അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് അൽ ഉമ്മാലു യഅമലൂന ഫിൽ മസ്റഇ. അപ്പം അവിടെ യോജിച്ചത് ഏതാണ്? ആദ്യം ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. ലഗിബ യുനല്ലിഫാനി ബിദ്ലതൻ കതബ യഅമലൂന യദ്ഹബൂന. അപ്പോൾ ഒന്നാമത്തത് അൽ ഉമ്മാലു ജോലിക്കാർ, യഅമലൂന എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. യഅമലൂന അവർ ജോലി ചെയ്യുന്നു, ഫിൽ മസ്റഇ എവിടെ? കൃഷിയിടത്തിൽ. അപ്പോൾ അവിടെ യഅമലൂന എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തത് അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ, ഡാഷ് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അപ്പം യദ്ഹബൂന പോകുന്നവരാണ് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ അവിടെ യദ്ഹബൂന അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാണ്. ഇനി അടുത്തത് പോകുന്നു അല്ലെങ്കിൽ പോകും എന്നൊക്കെ അർത്ഥം വരും. ഇനി മൂന്നാമത്തത് ഹാമിദുൻ ഹാമിദുൻ കതബ ദർസ. ഹാമിദുൻ ഹാമിദ് അവിടെ കതബ എന്നുള്ളതാണ് എഴുതാനുള്ളത്. കതബ എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതി, അദ്ദർസ പാഠം. ഇനി നാലാമത്തത് അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ. ലഗിബ എന്ത് ചെയ്തു? ലഗിബ എന്ന് പറഞ്ഞാൽ കളിച്ചു. ലഗിബ അവർ രണ്ടുപേരും കളിച്ചു. ബിദ്ദുവാമത്തി എന്തുകൊണ്ട്? പമ്പരം കൊണ്ട്. അപ്പോൾ അവിടെ ലഗിബ എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തത് ജുനൈദുൻ വ നബീലുൻ ജുനൈദും നബീലും. യുനല്ലിഫാനി അവർ വൃത്തിയാക്കുന്നവരാണ്. അൽ അസ്നാന അവരുടെ പല്ലുകൾ. അപ്പോൾ പല്ലുകൾ വൃത്തിയാക്കുന്നു ജുനൈദും നബീലും. അപ്പോൾ അവിടെ യുനല്ലിഫാനി എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇനി ആറാമത്തത് യൽബസു നൗഫലു ബിദ്ലതൻ റസ്മിയത്തൻ. അപ്പോൾ യൽബസു നൗഫലു നൗഫൽ ധരിക്കും അല്ലെങ്കിൽ ധരിക്കുന്നു. ബിദ്ലതൻ റസ്മിയത്തൻ എന്ത്? യൂണിഫോമിനാണ് ബിദ്ലതൻ റസ്മിയത്തൻ എന്ന് പറയുക. അപ്പം നൗഫൽ യൂണിഫോം ധരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം നുകമ്മിലുൽ ജദ്വല. അപ്പോൾ താഴെ കൊടുത്ത ആ ഒരു കള്ളി എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അവിടെ ഒഴിവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അവിടെ മുഫ്രദും മുസന്ന ജംഅ് അതാണ് കൊടുത്തത്. അപ്പോൾ അവിടെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ കള്ളിയിലുള്ള എല്ലാത്തിൻ്റെയും മുഫ്രദ് കൊടുത്തിട്ടുണ്ട്. മുസന്നയും ജംഉം നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ആദ്യത്തെ ഭാഗം മാളിയാണ്, രണ്ടാമത്തെ ഭാഗം മുലാരിയാണ്, മുസ്തഖ്ബിലാണ്. മുലാരിക്ക് മറ്റു ഒരു പേരാണ് എന്ത്? മുസ്തഖ്ബിൽ എന്നുള്ളത് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഒന്നാമത്തേത് എന്താണ്? ഖറജ. ഖറജ എന്നുള്ളതിൻ്റെ മുസന്ന എങ്ങനെ വരും? ഖറജ എന്ന് വരും. അപ്പോൾ അവിടെ ഖറജ എന്ന് എഴുതി കൊടുക്കുക. ജംഅ് ഖറജു എന്ന് വരും. പിന്നെ അതിൻ്റെ മുലാരി മുഫ്രദ് എങ്ങനെ വരും? യഖ്റുജു എന്ന് വരും. മുസന്ന മുലാരി മുസന്ന എങ്ങനെ വരും? യഖ്റുജാനി എന്ന് വരും. ജംഇൽ എങ്ങനെ വരും? യഖ്റജൂന എന്ന് വരും. അതുപോലെ തന്നെയാണ് രണ്ടാമത്തത് സല്ലമ. സല്ലമ എന്നുള്ളതിൻ്റെ മാലിയിൽ മുസന്ന സല്ലമാ എന്ന് വരും. മാലിയിൽ ജംഅ് സല്ലമൂ എന്ന് വരും. ഇനി മുസ്തഖ്ബിലിൽ അഥവാ മുലാരിയിൽ മുഫ്രദ് എങ്ങനെ വരും? യുസല്ലിമു. മുസന്ന യുസല്ലിമാനി, ജംഅ് യുസല്ലിമൂന. അതവിടെ നൽകിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് കാന. മാലിയിൽ മുസന്ന എങ്ങനെ വരും? കാനാ എന്ന് വരും. ജംഅ് എങ്ങനെ വരും? മാലിയിൽ കാനൂ എന്ന് വരും. ഇനി അത് മുഫ്രദാകുമ്പോൾ മുസന്നയിലെ മുലാരിയിലെ മുഫ്രദ് എങ്ങനെ വരും? യകൂനു. ഇനി മുലാരിയിലെ മുസന്ന യകൂനാനി, മുലാരിയിലെ ജംഅ് യകൂനൂന എന്ന് വരും. അപ്പം അത് മുഴുവൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് 12 മാർക്കാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഭാഗം നോക്കാം. നുറത്തിബു. അപ്പോൾ താഴെ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്രമം തെറ്റിച്ചാണ് നൽകിയത്.
അപ്പം നമ്മളത് ക്രമത്തിലാക്കി എഴുതണം. ഒന്നാമത്തത് അബീ ഇല സൂഖി യദ്ഹബു. അപ്പം അത് ചേർത്ത് എഴുതുമ്പോൾ, ക്രമത്തിലാക്കി എഴുതുമ്പോൾ യദ്ഹബു അബീ ഇല സൂഖി, യദ്ഹബു പോകും, അബി എൻ്റെ പിതാവ്, ഇല സൂഖി അങ്ങാടിയിലേക്ക്. ഇനി രണ്ടാമത്തത് അലൽ ഔലാദി യുസല്ലിമു അൽ ഉസ്താദു. അപ്പം അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി, ഉസ്താദ് കുട്ടികളുടെ മേൽ സലാം പറയും. ഇനി അടുത്തത് മൂന്നാമത്തതാണ് സുമ്മ സുബ്ഹുഹ അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു സുമ്മ സുബ്ഹുഹ എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തത് യദ്ഹബു അബി ഇല സൂഖി എന്നും, രണ്ടാമത്തത് യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി എന്നും, മൂന്നാമത്തത് അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു സുമ്മ സുബ്ഹുഹ എന്നും വരും. ഇനി അടുത്തത് നാലാമത്തെ ഭാഗം നുസന്നി ഹാദിഹിൽ അഫ്ആലു. അപ്പോൾ താഴെ കൊടുത്ത ഫിയലുകളുടെ മുസന്ന, നമ്മൾ മേലെ മുസന്ന എഴുതിയണല്ലോ, അത് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് യജ്ലിസു. യജ്ലിസു എന്നതിൻ്റെ മുസന്ന എങ്ങനെ വരും? യജ്ലിസാനി എന്ന് വരും അല്ലേ? അപ്പം യജ്ലിസു എന്നുള്ളത് ഒരു മുസ്തഖിബിലായിട്ടുള്ള ഒരു ഫിയലാണ്. അപ്പം അതിൻ്റെ മുസ്തഖിബിലായിട്ടുള്ള രൂപത്തിൽ തന്നെ അതിൻ്റെ മുസന്ന യജ്ലിസാനി എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തതോ യദ്ഹബു, യദ്ഹബാനി, അതാണ് അതിൻ്റെ മുസന്ന. യദ്ഹബുവിൻ്റെ മുസന്ന യദ്ഹബാനി. മൂന്നാമത്തത് കതബ, അടുത്തത് അതിൻ്റെ മുസന്ന കതബ. നാലാമത്തത് ഖാല, അതിൻ്റെ മുസന്ന ഖാല. ഇനി അഞ്ചാമത്തത് അസല, ഇനി അതിൻ്റെ മുസന്ന എങ്ങനെ വരും? അസല. ആറാമത്തത് യഗ്സിലു, മുസന്ന യഗ്സിലാനി എന്ന് വരും. ഇനി അഞ്ചാമത്തെ ഭാഗം നുതർജിമു. അത് എന്ത് ചെയ്യണം? താഴെ കൊടുത്തതിൻ്റെ അറബി മലയാളത്തിലേക്ക് എഴുതണം. ഒന്നാമത്തെ എന്താണ്? യഖീല ജുനൈദു മിനൻ നൗമി മുബക്കിറൻ ഖബ്ലൽ ഫജ്രി. അപ്പം അതിൻ്റെ അർത്ഥം ജുനൈദ് ഉറക്കിൽ നിന്ന് പ്രഭാതത്തിന് മുൻപ് നേരത്തെ ഉണർന്നു എന്ന് വരും. ഇനി നുതമ്മിമു, പൂർത്തിയാക്കാനാണ് പറയുന്നത്. അയ്യുഹൽ മബ്ഊഥു ഫീന ജിഅ്തു ബിൽ അംരിൽ മുത്താഖി. ബിൽ അംരിൽ മുത്താഖി എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് ജിഅ്തു ഷറഫ്തൽ മദീന മർഹബൻ യ ഖൈറ ദാഇൻ എന്ന് വരും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.